നിങ്ങളുടെ വീട്ടിലെയും സ്ഥാപനത്തിലെയും ലൈറ്റുകൾ സാധാരണ ബൾബോ LED ബൾബോ ഫ്ലഡ് ലൈറ്റോ ഏതുമായിക്കൊള്ളട്ടെ ഇവയെല്ലാം രാത്രി ഓട്ടോമാറ്റിക്കായിട്ട് ഓണാക്കാനും പകലായാലും ഓഫാക്കാനും ഏതൊരു സാധാരണക്കാർക്കും സ്വയം ചെയ്യാവുന്ന കിടിലൻ സംവിധാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാത്തരം ആളുകൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ളത് ഒരു സെൻസർ സ്വിച്ച് ആണ്. ഇതേപോലത്തെ ഡേ നൈറ്റ് സെൻസർ സ്വിച്ചുകൾ പലതും നിങ്ങൾ മുമ്പ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിനെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന്. തീർച്ചയായിട്ടും ഇതിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ കണക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം എങ്ങനെയൊക്കെയാണെന്നും ഇതിൽ എന്തൊക്കെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യിക്കാമെന്നും എല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓർസിൻ എന്ന ബ്രാൻഡിൻ്റെ 230 വോൾട്ട് AC വർക്ക് ചെയ്യുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡേ നൈറ്റ് സെൻസർ സ്വിച്ചാണിത്. ഇത് നമുക്ക് രാത്രി കാലങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പോർച്ചിലെയോ അല്ലെങ്കിൽ ഗാർഡനിലെയോ അല്ലെങ്കിൽ മതിലിലോ ഒക്കെയുള്ള ലൈറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലുള്ള ലൈറ്റുകളൊക്കെ രാത്രി ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകാനും പകലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകാനും പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിൽ ആളില്ലാത്ത അങ്ങനെയുള്ള വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി ഓണാക്കേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു ഒറ്റ സെൻസർ സ്വിച്ച് ഉപയോഗിച്ചാൽ തന്നെ ഒരുപാട് ലൈറ്റുകൾ ഈ ഒരു സ്വിച്ചിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കണക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ സിമ്പിളാണ്. ഇതിൽ നമുക്ക് 2000 വാട്ട് വരെ ലോഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സെൻസർ സ്വിച്ചുകൾ കണക്ഷൻ കൊടുക്കുവാനൊക്കെ സാധാരണക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള രീതിയിലാണ് വരുന്നത്. ഇതങ്ങനെയൊന്നുമില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്കൊരു ആണിയിലൊക്കെ തൂക്കിയിടാവുന്നതോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്തോ ഒക്കെ വെക്കാവുന്നതാണ്. പൂർണ്ണമായും വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ ആവശ്യങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഡേ നൈറ്റ് സെൻസർ സ്വിച്ചിന് ഇൻപുട്ടിൽ 2 കണക്ഷനും ഔട്ട്പുട്ടിൽ 2 കണക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാർക്കും വളരെ സിമ്പിളായിട്ട് ഇത് ലോഡിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന 3 കണക്ഷനുള്ള ക്വാളിറ്റി കുറഞ്ഞ ഒരു ഐറ്റം, ഇത് മാർക്കറ്റിൽ കോമൺ ആയിട്ട് ലഭിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിന് ആകെ 3 കണക്ഷനാണുള്ളത്. ഇതിലൊരു കോമൺ കണക്ഷനൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് ഇതൊരു ലോഡിലേക്ക് കണക്ട് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായമൊക്കെ വേണ്ടി വരും. എന്നാൽ നമ്മളിവിടെ കാണിക്കുന്ന ഓർസിൻ്റെ ഈ ഒരു സെൻസർ സ്വിച്ച് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരനും കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കണക്ഷനുകൾ കണ്ടപ്പോൾ തന്നെ ഇതെങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ചിലർക്കെങ്കിലും മനസ്സിലാകാത്തതും ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. സാധാരണ രീതിയിൽ നമ്മളുടെ ബൾബിലേക്ക്, അത് ഏത് തരത്തിലുള്ള ബൾബാകട്ടെ, എന്തായാലും അതിലേക്ക് 2 കണക്ഷൻ മിനിമം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സെൻസർ സ്വിച്ച് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ബൾബിലേക്ക് പോകുന്ന കണക്ഷൻ നമ്മൾ ഈ സെൻസർ സ്വിച്ച് വെക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അതായത് നമ്മളെ ബൾബിലേക്ക് പോകുന്ന വയറുകൾ രണ്ടും നമ്മളിവിടെ മുറിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ബൾബിലേക്ക് പോകുന്ന വയർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വരുന്ന 2 വയറും ബൾബിലേക്ക് പോകുന്ന 2 വയറും ഇനി ബാക്കി ഉണ്ടാവും. അത് രണ്ടും ഇതുപോലെ സ്ട്രിപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ സെൻസർ സ്വിച്ചിൻ്റെ വയറിലേക്ക് പിരിച്ചു കൊടുക്കാവുന്ന രീതിയിൽ അത്രയും നീളത്തിൽ ഇതുപോലെ സ്ട്രിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ 2 വയറുകളും ഒന്ന് വേർപ്പെടുത്തിയെടുക്കുക. അത് നമുക്ക് കണക്ഷൻ കൊടുക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ ഇടയിലായിട്ടാണ് ഈ സെൻസർ സ്വിച്ച് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇൻപുട്ട് എന്നെഴുതിയ ഭാഗത്ത് 2 കണക്ഷനുകളുണ്ട്, ഒരു റെഡും ഒരു ബ്ലാക്കും. അതിലേക്ക് ഇൻപുട്ട്, അതായത് നമ്മൾ 2 പിന്നിൽ നിന്ന് വരുന്ന കണക്ഷൻ അതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ 2 പിൻ വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 2 പിന്നിൽ നിന്നുള്ള എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ബൾബിലേക്ക് പോകുന്ന കണക്ഷൻ അത് നിങ്ങൾക്ക് ഈ സെൻസർ സ്വിച്ച് വെക്കാൻ എവിടെയാണോ സൗകര്യം അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ കൊടുത്താൽ മതി. അപ്പോൾ ഇൻപുട്ട് വരുന്ന, അതായത് സപ്ലൈ വരുന്ന വയറുകൾ ഇൻപുട്ട് എന്നെഴുതിയിരിക്കുന്ന ആ ഭാഗത്തുള്ള റെഡ് ബ്ലാക്ക് വയറുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇതിലേക്ക് നമ്മൾ 230 വോൾട്ട് സപ്ലൈ ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് സെൻസർ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് കണക്ഷനുകളാണ് കണക്ട് ചെയ്യേണ്ടത്. അത് ബ്ലൂ, ബ്ലാക്ക് എന്നിങ്ങനെ 2 കളറുകളാണുള്ളത്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ബൾബിലേക്കാണ്. അതായത് ഈ സെൻസർ സ്വിച്ചിൽ നിന്ന് നമ്മൾ എന്ത് ലോഡാണോ കണക്ട് ചെയ്യുന്നത് അതിലേക്കാണ് ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത്. ഔട്ട്പുട്ടിൻ്റെ കണക്ഷനുകൾ ഇതുപോലെ കണക്ട് ചെയ്യുക. 2 കണക്ഷനുകളിലേക്കും ഓരോ വയറുകൾ കണക്ട് ചെയ്താൽ മതി. അത് മാറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഇതിന് കോമൺ കണക്ഷനൊന്നും അല്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല.
ഇപ്പോൾ നമ്മൾ 230 വോൾട്ട് സപ്ലൈയിൽ നിന്നും വരുന്ന കണക്ഷൻ സെൻസർ സ്വിച്ചിൻ്റെ ഇൻപുട്ടിലേക്കും സെൻസർ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് ലോഡിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവ തമ്മിൽ ടച്ച് ആകാതിരിക്കാൻ ഇതുപോലെ ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. അത് നന്നായിട്ട് തന്നെ ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ഒരു 2 പിൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ നമ്മുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ ഒക്കെ ബൾബിലേക്ക് പോകുന്ന അതിൻ്റെ സ്വിച്ച് കഴിഞ്ഞിട്ട് വരുന്ന കണക്ഷനിലേക്കാണ് സെൻസർ സ്വിച്ച് ഇതുപോലെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇന്നിലേക്ക് നമ്മൾ 230 വോൾട്ട് സപ്ലൈ കൊടുത്തു. ഔട്ട്പുട്ടിൽ നിന്ന് ലോഡും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ സെൻസർ സ്വിച്ചിലേക്ക് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്തിട്ട് അതിലേക്ക് പോകുന്ന, അതായത് ബൾബിൻ്റെ സ്വിച്ച് എപ്പോഴും ഓൺ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമാണ് രാത്രിയായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആവുക, പകലായി കഴിഞ്ഞാൽ ഓഫ് ആവുക. അപ്പോൾ എന്തായാലും ഇതിലേക്ക് സപ്ലൈ എല്ലാ സമയത്തും ചെന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂമിലെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് ഇവിടെ ഡാർക്ക് ആക്കിയിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ മാത്രമാണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇരുട്ടാക്കി കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതേ ബൾബിൻ്റെ തന്നെ പ്രകാശം ഈ സെൻസർ സ്വിച്ചിലേക്ക് തട്ടുന്ന രീതിയിൽ ബൾബ് അല്ലെങ്കിൽ സെൻസർ വെക്കരുത്. അപ്പോൾ നമ്മൾ ബൾബ് എവിടെയാണോ അതിൻ്റെ ലൈറ്റ് ഈ സെൻസറിലേക്ക് തട്ടാത്ത ഒരു സ്ഥലത്താണ് സെൻസർ സ്വിച്ച് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ LED ബൾബ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൽ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് സാധാരണ ഫിലമെൻറ്റ് ബൾബാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ബൾബുകളും ഇതിൽ പറ്റും എന്ന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ബൾബ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അത് ഞാൻ ഈ ഹോൾഡറിൽ ഇട്ടിരിക്കുന്നത് 200 വാട്ടിൻ്റെ ബൾബാണ്. അതായത് അത്ര വലിയ ലോഡും ഇതിൽ വർക്ക് ചെയ്യുമെന്ന് കാണിക്കുന്നതിനാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഈ സെൻസർ മറക്കുന്നുണ്ട്. അത് മറച്ചു പിടിക്കുമ്പോൾ ബൾബ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 200 വാട്ട് ബൾബാണ് ഇതിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൾബ് മാത്രം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചത്. ഇനി 2 ബൾബോ അതിൽ കൂടുതൽ ബൾബുകളൊക്കെ നിങ്ങളുടെ പലരുടെയും വീടുകളിൽ ചുറ്റുമതിലിലും ഗാർഡനിലും ഒക്കെ ലൈറ്റുകൾ നിരനിരയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ലൈറ്റുകൾ ഉണ്ടെങ്കിലും ഈ ഒറ്റ സെൻസർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ ബൾബുകളും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിലവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബൾബിൻ്റെ കണക്ഷനിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ബൾബും മൂന്നാമത്തെ ബൾബും ഒക്കെ പാരലലായിട്ട് ഇതുപോലെ കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 2 ഹോൾഡറുകളും ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ മാക്സിമം 2000 വാട്ട് വരെ ലോഡ് കൊടുത്തിട്ട് ഈ സ്വിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാനിവിടെ 2 ബൾബുകൾ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും 2 തരത്തിൽപ്പെട്ട ബൾബുകളാണ്. ഒന്ന് സാധാരണ ഫിലമെൻറ്റ് ബൾബും ഒന്ന് സാധാരണ LED ബൾബും. അപ്പോൾ ഈ 2 ബൾബുകളും ഞാനിപ്പോൾ ഇവിടെ റൂമിൽ ഡാർക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം 2 ബൾബുകളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഗാർഡനിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ പലതരത്തിൽപ്പെട്ട ബൾബുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചില സ്ഥലങ്ങളിൽ LED ബൾബുകൾ ഉണ്ടാവും, സാധാരണ ബൾബുകൾ ഉണ്ടാവും, ഫ്ലഡ് ലൈറ്റുകൾ ഉണ്ടാവും, സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള പലതരത്തിൽപ്പെട്ട ലൈറ്റുകൾ ഉണ്ടാവും. അവയെല്ലാം നമുക്ക് ഇതുപോലെ സെൻസർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. എല്ലാത്തിനും കൂടി ഒരു സെൻസർ സ്വിച്ച് തന്നെ മതിയാകും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാനിവിടെ ഒരു പാനാസോണിക്കിൻ്റെ ഫ്ലഡ് ലൈറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലഡ് ലൈറ്റും ഇതിൽ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മിക്കവാറും ഗാർഡനുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലും എല്ലാം ഇതുപോലത്തെ ഫ്ലഡ് ലൈറ്റ് ആയിരിക്കും പുറത്ത് വെച്ചിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ലൈറ്റുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സെൻസർ ഉപയോഗിച്ചിട്ട് രാത്രി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആക്കാനും പകൽ ഓഫ് ആക്കാനും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ വേറൊരു സെൻസർ സ്വിച്ച് മാർക്കറ്റിൽ കിട്ടുന്നത് പഴയ മോഡൽ സാധാരണ ബൾബിന് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ പഴയ മോഡൽ ട്യൂബ് ലൈറ്റ്, ഇപ്പോഴത്തെ LED ട്യൂബ് അല്ല, പഴയ മോഡൽ ഇലക്ട്രോണിക് ചോക്കൊന്നും അല്ലാത്ത പഴയ സ്റ്റാർട്ടർ ടൈപ്പ് ചോക്കൊക്കെയുള്ള LED ട്യൂബിനും സാധാരണ ബൾബിനും മാത്രം കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഇതുപോലത്തെ സെൻസർ സ്വിച്ചുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഉപയോഗത്തിന് അനുയോജ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ഇപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ലോഡുകളും ഉപയോഗിക്കാൻ പറ്റിയത് ഇപ്പോൾ ഈ കാണിച്ച സെൻസർ സ്വിച്ച് തന്നെയാണ്. അതിൻ്റെ തന്നെ DC മോഡലും ലഭ്യമാണ്. അതായത് 12 വോൾട്ട് DCയിൽ നിന്ന് ലോഡ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന, സോളാറൊക്കെ ഉപയോഗിക്കുന്ന, ഇൻവെർട്ടറൊന്നും ഇല്ലാതെ DC ലോഡ് ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലത്തെ DC സെൻസർ സ്വിച്ച് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് 12 വോൾട്ട് DC, അതായത് ബാറ്ററിയുടെ കണക്ഷനാണ് കൊടുക്കുന്നത്. ഔട്ട്പുട്ടിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ലോഡുകൾ, ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഫാനോ അല്ലെങ്കിൽ LED ബൾബുകളോ ഒക്കെ ഉപയോഗിക്കാം. 12 വോൾട്ട് DCയിൽ വർക്ക് ചെയ്യുന്ന 10 ആംപിയർ വരെ ലോഡ് എടുക്കുന്ന ഏത് DC ഉപകരണവും രാത്രി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ ഈ സെൻസർ സ്വിച്ച് വഴി കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതിന്റെ കണക്ഷന്റെ കളർ കോഡെല്ലാം ഇതിലുള്ള സ്റ്റിക്കറിൽ എഴുതിയിട്ടുണ്ട്. ഇൻപുട്ട് വരുന്നത് റെഡ് ബ്ലാക്ക് വയറുകളും ഔട്ട്പുട്ട് വരുന്നത് യെല്ലോ ബ്ലാക്ക് വയറുകളുമാണ്. DC ടൈപ്പ് സെൻസറിന്റെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഈ കാണിച്ച സെൻസറുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലാമ്പ് വരുന്ന ഭാഗം മുകളിലേക്ക് തന്നെ ഇതുപോലെ ഇരിക്കണം, എങ്കിൽ മാത്രമാണ് ഇത് വാട്ടർ പ്രൂഫ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്ലാമ്പ് മുകളിലേക്കായി ഈ വെളുത്ത ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം കടന്ന് ബോർഡൊക്കെ ചീത്തയാകാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ സെൻസർ വെക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിൻ്റെ മുകളിലായിട്ട്, അതായത് സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ വെക്കുമ്പോൾ ഔട്ട്ഡോർ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ലൈറ്റിൻ്റെ മുകളിലായിട്ട് വെക്കണം. അല്ലാതെ ഇതുപോലെ ലൈറ്റിൽ നിന്നുള്ള പ്രകാശം സെൻസറിലേക്ക് തട്ടുന്ന രീതിയിൽ വെക്കരുത്. അപ്പോൾ ലൈറ്റ് പ്രകാശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഓഫ് ആകും. അപ്പോൾ അത് ഇല്ലാതാകാൻ വേണ്ടിയിട്ട് സെൻസർ മുകളിൽ തന്നെ വെക്കുക. ഇത്തരത്തിലുള്ള സെൻസർ നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ സെൻസറിന് വില വരുന്നത് AC ടൈപ്പിന് 390 രൂപയും DC ടൈപ്പിന് 380 രൂപയുമാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇന്ത്യയിൽ എവിടേക്കും കൊറിയറായിട്ട് ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇതുപോലത്തെ സെൻസറുകൾ ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും വില കൂടിയതും കുറഞ്ഞതുമെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്